Hello dear friends, welcome to RJ's Physics classes. Laws of motion, first yearലെ സുന്ദരമായ ഒരു ടോപ്പിക്. ലോസ് ഓഫ് മോഷനിലെ കുറച്ച് വീഡിയോസ് നമ്മൾ കണ്ടു. ആ ഏരിയാസ് ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ലോസ് ഓഫ് മോഷൻ എന്ന സുന്ദരമായ ഏരിയയിലൂടെ നമ്മളുടെ AC വോൾവോ ബസ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ബുക്കും പെന്നൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ, എഴുതാൻ റെഡിയായി, ഫിസിക്സിലെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ റെഡിയായി, അതിനേക്കാൾ കൂടുതൽ ആ കോൺസെപ്റ്റുകൾ എൻജോയ് ചെയ്യാൻ റെഡിയായി നമ്മുടെ യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഈ വീഡിയോയിലൂടെ നമുക്ക് വളരെ സ്മൂത്തായി, വളരെ ഉഷാറായി, ഇഷ്ടത്തോടു കൂടി സഞ്ചരിക്കാം. ലോസ് ഓഫ് മോഷനിൽ ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അല്ലെ. ന്യൂട്ടൻ്റെ 3 ലോകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലോ ഏതാണെന്ന് ഞാൻ ചോദിച്ചിരുന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിന് നമ്മൾ കണ്ടെത്തിയ ആൻസർ നമുക്കറിയാം, സെക്കൻഡ് ലോ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലോ എമംഗ് ന്യൂട്ടൺസ് 3 ലോസ്. 3 ലോകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാന്ന് ചോദിച്ചാൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ നമുക്കറിയാമല്ലോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു external unbalanced force. Okay, and change in momentum will take place in the direction of force. എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും നല്ല ലോ തേർഡ് ലോ തന്നെയാണ് അല്ലെ. ഫോർ എവരി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതാണല്ലോ തേർഡ് ലോ. ഓക്കെ, തേർഡ് ലോനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മോഷൻ ഓഫ് അൻ ഓബ്ജെക്ട് ഓൺ എ ലിഫ്റ്റ്. മോഷൻ ഓഫ് an object on a lift, അതാണ് ഫസ്റ്റ് ടോപ്പിക്. മോഷൻ ഓഫ് an object on a lift. മോഷൻ ഓഫ് an object on a lift, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക്. മോഷൻ ഓഫ് an object on a lift. ഓക്കെ, ലിഫ്റ്റ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ. ഒരു ചെറിയ ഒരു സർഫസ്, ഈ സർഫസിൻ്റെ മുകളിൽ നമ്മളൊരു മാസ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സർഫസിൻ്റെ മുകളിൽ നമ്മളൊരു മാസ് കൊണ്ടുപോയി വെക്കുകയാണ് എം. ഈ മാസിൽ ആക്ട് ചെയ്യണ ഒരു ഫോഴ്സ് നമുക്കറിയാം mg ആണ്. ഓക്കെ, ഈ മാസിൽ ആക്ട് ചെയ്യണ ഒരു ഫോഴ്സ് എന്ന് പറയണത് mg. ഓക്കെ, ഇനി ഇതിൽ ആക്ട് ചെയ്യണ മറ്റൊരു ഫോഴ്സ് ആണ് നോർമൽ റിയാക്ഷൻ. ഇതിൽ ആക്ട് ചെയ്യണ മറ്റൊരു ഫോഴ്സ് ആണ് നോർമൽ റിയാക്ഷൻ. ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഒരു കാരണവശാലും പറഞ്ഞിട്ടില്ല ഇത് ആക്ഷനും ഇത് റിയാക്ഷനും ആണ്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അല്ലെങ്കിൽ ഇത് ആക്ഷനും ഇത് റിയാക്ഷനും അല്ല. ഓക്കെ, ആയിരിക്കാം, ഏതൊക്കെയോ ആക്ഷൻ്റെ റിയാക്ഷൻ ആയിരിക്കാം. അതല്ല, ഇവര് രണ്ടും അല്ല ആക്ഷൻ റിയാക്ഷൻ പെയറുകൾ. അതിൻ്റെ കണ്ടീഷൻ, ആക്ഷൻ റിയാക്ഷൻ പെയറുകൾ ആക്ട് ചെയ്യേണ്ടത് ഒരേ ഓബ്ജക്റ്റിലാണ്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഷുഡ് ആക്ട് ഓൺ സെയിം ഓബ്ജക്റ്റ്. ഓക്കെ, ഒരേ ഓബ്ജക്റ്റിലായിരിക്കണം അത് ആക്ട് ചെയ്യണത്. ആൻഡ് ഇറ്റ് ഈസ് ഓഫ് സെയിം നേച്ചർ, ഒരേ നേച്ചർ ആയിരിക്കണം. ഒന്ന് നോർമൽ റിയാക്ഷൻ ആണെങ്കിൽ അതേ നോർമൽ റിയാക്ഷൻ തന്നെയാണ് അതിൻ്റെ റിയാക്ഷൻ. ഓക്കെ, ഒന്ന് ആക്ഷനും രണ്ടാമത്തെ റിയാക്ഷനും. ഒന്ന് mg ആണെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വെയിറ്റ് ആണ് അടുത്ത ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ശരിയാവുക, അതാണ് ചോദ്യം. ഓക്കെ, സോ ഈ വസ്തു mg എന്ന് പറഞ്ഞ ഒരു ഫോഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ടാണ് പറഞ്ഞ ഈ ലിഫ്റ്റ് എമ്മിനെ താഴത്തേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഈ പെന്നിങ്ങനെ വെച്ചിട്ടുണ്ട്, ഞാൻ ഈ പെന്നിനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഈ പെന്ന് താഴേക്കൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതാണ് mg. പെന്നല്ല കേട്ടോ, ഈ ലിഫ്റ്റ് പെന്നിനെ പിടിച്ച് വലിക്കുകയാണ്. ഓക്കെ, ഇപ്പം എൻ്റെ കൈ ഈ പെന്നിനെ പിടിച്ച് താഴേക്ക് വലിക്കുകയാണ്. എൻ്റെ കൈ ഈ ഇതിനെ പിടിച്ച് താഴേക്ക് വലിക്കുകയാണ്. നമുക്കറിയാം ലോകത്തിൽ ഏത് വസ്തുക്കൾ തമ്മിലും അട്രാക്ഷൻ ആണ്. ഓക്കെ, സോ ഈ മാസിനെ താഴത്തെ ലിഫ്റ്റ് പിടിച്ച് വലിക്കണതാണ് ആക്ഷൻ. ഈ ലിഫ്റ്റിനെ ഈ മാസ് വലിക്കുന്നുണ്ടാവില്ല മുകളിലേക്ക്,
ഈ ലിഫ്റ്റിനെ ഈ മാസ് മുകളിലേക്ക് വലിക്കുന്നുണ്ടാവും. ആ വലിക്കണതാണ് ഇവിടുത്തെ റിയാക്ഷൻ. പറഞ്ഞ ലോജിക് മനസ്സിലായില്ലേ? ഈ രണ്ടും ആക്ട് ചെയ്യുക ആ ഒരു മാസുമ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ സർഫസിലാണ്. മാസും ഈ ലിഫ്റ്റും കൂടി ചേർന്ന സർഫസിലാണ്. ഓക്കെ, സോ മാസിനെ ലിഫ്റ്റ് താഴത്തേക്ക് വലിക്കണോ, ലിഫ്റ്റിനെ മാസ് മുകളിലേക്ക് വലിക്കണോ? രണ്ടും ഒരേ സ്ഥലത്തല്ല നടക്കുക എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരേ സ്ഥലത്താണ് രണ്ടും സംഭവിക്കണത്, ആക്ഷനും റിയാക്ഷനും. സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, ഇനി ഈ സർഫസ് ഈ മാസിന്റെ മുകളിൽ റിയാക്ഷൻ കൊടുക്കണ്ടാവും, അതാണ് ആർ. അതേപോലെ ഈ മാസ് ഈ സർഫസിന്റെ മുകളിലും ഒരു റിയാക്ഷൻ കൊടുക്കുന്നുണ്ടാവും, അതാണ് അവിടുത്തെ നോർമൽ റിയാക്ഷൻ. ഈ മാസ് ഈ സർഫസിന്റെ മുകളിലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്യണത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ആക്ഷൻ റിയാക്ഷൻ പെയറുകളിൽ നമുക്ക് ആവശ്യമുള്ള രണ്ടെണ്ണം മാത്രം വരച്ചു വെച്ചു. തരികട മനസ്സിലായില്ലേ? നമുക്ക് ആവശ്യമുള്ള രണ്ടെണ്ണം മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ വരച്ചു വെക്കുകയാണ്. ഓക്കെ, സോ ഒരിക്കൽ കൂടെ, ഈ മാസിനെ ഈ ലിഫ്റ്റ് താഴേക്ക് വലിക്കണോ, അത് അവിടുത്തെ ആക്ഷനാണ്. ഉണ്ടാവും ഉറപ്പല്ലേ? ഈ മാസ് ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ മാസിനെ താഴത്തെ കൈ കൊണ്ട് പിടിച്ച് വലിക്കും. അതേമാതിരി ഈ കയ്യിനെ ഇയാളും വലിക്കില്ലേ? രണ്ട് മാഗ്നറ്റ് ആണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ നിൽക്കുകയാണ്, ഈ മാഗ്നറ്റിനെ ഇത് വലിക്കും, അതേപോലെ ഈ മാഗ്നറ്റിനെ ഇതും വലിക്കില്ലേ? ഇപ്പൊ ഇത് രണ്ടെണ്ണം ആലോചിക്കാൻ എളുപ്പമാണ്. വൺ ഈസ് ബ്ലൂ, അതർ വൺ ഈസ് ബ്ലാക്ക്. ബ്ലാക്ക് ബ്ലൂവിനെ പിടിച്ച് വലിക്കും, അതേപോലെ ബ്ലൂ ബ്ലാക്കിനെയും പിടിച്ച് വലിക്കും. ഈ രണ്ടും ഒരേ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ട്. ഇതാണ് ആക്ഷൻ റിയാക്ഷൻ. അല്ലാണ്ട് എന്തല്ല, അയലോക്കത്തെ വീട്ടിലെ ചക്ക വീണതും എൻ്റെ വീട്ടിലെ മരം മേലേക്ക് പൊങ്ങിയതും ഒന്ന് ആക്ഷൻ മറ്റേത് റിയാക്ഷൻ എന്ന് പറഞ്ഞു വരരുത്. ഓക്കെ, രണ്ടും ഒരേ സ്ഥലത്താണ് സംഭവിക്കേണ്ടത്. ലോജിക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? ഓക്കെ, അപ്പോൾ ഈ മാസിനെ ലിഫ്റ്റ് പിടിച്ച് വലിക്കണത് ആക്ഷൻ, ലിഫ്റ്റിനെ മാസ് പിടിച്ച് വലിക്കണത് റിയാക്ഷൻ. അതവിടെ ഉണ്ടായിക്കോട്ടെ, നമ്മളെല്ലാം സെലക്ട് ചെയ്യണമെന്ന് വാശിയൊന്നുമില്ലല്ലോ. അത് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഈ ലിഫ്റ്റ് ഇതിന്റെ മുകളിലേക്ക് ഒരു റിയാക്ഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു ആക്ഷൻ കൊടുത്തു, അത് ആർ. ഈ മാസ് ലിഫ്റ്റിന്റെ മുകളിലും ഒരു ആക്ഷൻ കൊടുക്കുന്നുണ്ടാവും. ഒന്ന് ആക്ഷൻ, അടുത്തത് റിയാക്ഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതില് ഈ രണ്ടാൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്തില്ല, അത്രേ ഉള്ളൂ. നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണില്ല. കാരണം നമുക്ക് ആൻസർ കിട്ടാൻ ഏതോ രണ്ട് ഫോഴ്സുകളാണ് ആവശ്യം. ആ രണ്ട് ഫോഴ്സുകൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തു. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഇനി mgr, ഈ രണ്ട് ഫോഴ്സുകൾ നമുക്കറിയാം. ഒരു സിസ്റ്റത്തിന്റെ മുകളിലത്തെ നെറ്റ് ഫോഴ്സ് എത്രയാണ്? ma. ഒരു സിസ്റ്റത്തിന്റെ മുകളിലത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ma ആണ്. ഇതിൽ ഫസ്റ്റ് കേസ് ലിഫ്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്, ലിഫ്റ്റ് റെസ്റ്റിലാണ്. എപ്പോഴാ ഈ ലിഫ്റ്റ് റെസ്റ്റിലാവുക? mg എന്ന് പറഞ്ഞ് താഴേക്കുള്ള ഫോഴ്സും ആർ എന്ന് പറഞ്ഞ മുകളിലേക്കുള്ള ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അത് അവിടെ തന്നെ നിൽക്കും, ഉറപ്പാണ്. സോ ലിഫ്റ്റ് റെസ്റ്റിലാവണമെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു mg. ലിഫ്റ്റ് റെസ്റ്റിലാവണമെങ്കിൽ ആർ ഷുഡ് ബി ഈക്വൽ ടു mg. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ആർ എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ അപ്പാരന്റ് വെയിറ്റ്. ആർ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി നോർമൽ റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് ആണ്. അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യണ വെയിറ്റ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പ്ലെയിൻ സർഫസും ഒരു ചെരിഞ്ഞ സർഫസിലും വലിയ രണ്ട് കല്ലുകൾ കൊണ്ടുവയ്ക്കുക ഒരേപോലുള്ളത്, രണ്ട് നമുക്ക് ഫീൽ ചെയ്യണ വെയിറ്റ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഫീൽ ചെയ്യണ വെയിറ്റിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? അപ്പാരന്റ് വെയിറ്റ്. ഓക്കെ, mg എന്ന് പറഞ്ഞ ആക്ച്വൽ വെയിറ്റ്. സോ അപ്പാരന്റ് വെയിറ്റ് ഈക്വൽ ടു ആക്ച്വൽ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? വെരി സിമ്പിൾ. ഒരു ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ 50 കിലോഗ്രാമിൻ്റെ ഒരു സിമന്റ് ചാക്ക് നമ്മൾ മുകളിലേക്ക് പൊക്കിയാൽ നമുക്ക് 50 കിലോഗ്രാം മാസിന് ഈക്വലൻ്റ് ആയ വെയിറ്റ് ഫീൽ ചെയ്യും. ഓക്കെ, 50 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും.
കൂടുതലുമില്ല കുറവുമില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ അധികമില്ല കുറവില്ല, കറക്റ്റ് ഫീൽ ചെയ്യും എന്നാണ് ഉദ്ദേശിച്ചത്. ദെൻ സെക്കൻഡ് കേസ്, ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ്സ്. ലിഫ്റ്റ് മൂവിങ് അപ്പ് വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിൽ ലിഫ്റ്റ് മുകളിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് എ സെക്കൻഡ് കേസ്. രണ്ട് ഫോഴ്സുകളാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്തത്. നോട്ട് അറ്റ് ഓൾ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ദർ ആർ ടു ഫോഴ്സസ്. വൺ ഈസ് mg, other one is r, acting in that system. Not on a particular object. There are two forces acting in that system. അവിടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ടാവാം. അതിൽ ഒരാളുടെ മേത്തും മറ്റാളുടെ മേത്തൊക്കെ ആയിട്ട് എവിടേക്കോ ആയിട്ട് രണ്ട് ഫോഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി ലിഫ്റ്റ് മൂവിങ് അപ്പ്. മൂവിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? മുകളിലേക്കുള്ള ഫോഴ്സ് കൂടുതലാവില്ലേ? അപ്പോഴല്ലേ ഒബ്ജക്റ്റ് മുകളിലേക്ക് പോവാ. ഈ പെന്ന് ഇവിടെ വെച്ചു, ഇങ്ങനെ നീക്കുകയാണെങ്കിൽ മുകളിലേക്കുള്ള ഫോഴ്സ് കൂടുതൽ, അപ്പോൾ ഈ ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകണു. ഈ പെന്നിന് പകരം 50 കിലോഗ്രാമിൻ്റെ സിമെന്റ് ജാക്കാണ് കയ്യിൽ കൊണ്ടുവച്ചതെങ്കിൽ അപ്പം ഈ സുഖം ഒന്നും ഉണ്ടാവില്ല, കൈ ഇങ്ങനെ താഴേക്ക് പോവും, ഉറപ്പാണല്ലോ. അതിൻ്റെ ലോജിക് മനസ്സിലായില്ലേ? ഓക്കെ, സോ മുകളിലേക്ക് ഫോഴ്സ് കൂടുമ്പോഴാണ് ഓബ്ജക്റ്റ് മുകളിലേക്ക് പോവുക, താഴേക്ക് ഫോഴ്സ് കൂടുമ്പോഴാണ് ഓബ്ജക്റ്റ് താഴേക്ക് വരിക. അപ്പോൾ ലിഫ്റ്റ് മൂവിങ് അപ്പ് വിത്ത് യൂണിഫോം വെലോസിറ്റി മീൻസ് r is greater than mg. R is greater than mg, so we can write it as r minus mg equal to net force ma. പക്ഷെ അവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം if there is no external force, velocity will be a constant. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എം എ ആണ്, എ എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ ടി ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ വിയും യു ഈക്വൽ ആണ്. വി യു ഈക്വൽ ആണെങ്കിൽ വാട്ട് ഈസ് എം എ? ദാറ്റ് മസ്റ്റ് ബി 0. യൂണിഫോം വെലോസിറ്റി എഫ് എന്ന് പറഞ്ഞാൽ എം എ, എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ ടി. ഉറപ്പല്ലേ? acceleration is change in velocity by time. Velocity constant, uniform velocity എന്ന് പറഞ്ഞാൽ velocity constant, so acceleration is 0. r minus mg equal to 0 or r is equal to mg. Apparent weight equal to actual weight. r minus mg equal to 0 or r is equal to mg. അപ്പാരന്റ് വെയിറ്റ് ഈക്വൽ ടു ആക്ച്വൽ വെയിറ്റ്. അപ്പൊ സാർ നിങ്ങളല്ലേ പറഞ്ഞ മുകളിലേക്ക് പോകുമ്പോൾ r കൂടുതലായിരിക്കും mg കുറവായിരിക്കും എന്ന്? അയക്കാം എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ ആവില്ല. അതിപ്പോൾ മനസ്സിലായില്ലേ? യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഈ എം എ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി 0 ആയിട്ട് മാറും. വീണ്ടും ഇക്വേഷൻ എന്തായിട്ട് മാറും? r is equal to mg. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി when the lift is moving down with the uniform velocity, lift is moving down with uniform velocity. ഇങ്ങനെ എഴുതിയാൽ ചിലപ്പോൾ നമുക്ക് വായിക്കാൻ പണി ഉണ്ടാവുമല്ലേ? lift is moving down with uniform velocity. യൂണിഫോം വെലോസിറ്റിയിൽ ലിഫ്റ്റ് താഴേക്ക് വരികയാണ്. ലിഫ്റ്റ് താഴേക്ക് പോരുകയാണെങ്കിൽ ഏത് ഫോഴ്സാ കൂടുക? No doubt downward force will be greater, means mg minus r is equal to ma. Again it is moving with uniform velocity, so acceleration will be 0. mg minus r is equal to 0. Once again r is equal to mg. r is equal to mg. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാൽ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണം. ഇനി ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ്. ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷനിൽ ലിഫ്റ്റ് മുകളിലേക്ക് പൊങ്ങിയാൽ എന്താ സംഭവിക്കുക നോക്കാം. മുകളിലേക്ക് പോണു.
മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഏതാ കൂടുക? മുകളിലേക്കുള്ള ഫോഴ്സ് കൂടും. താഴേക്ക് പോരാണെങ്കിൽ ഏത് ഫോഴ്സാ കൂടുക? താഴേക്കുള്ള ഫോഴ്സ് കൂടും. ലെഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് വിത്ത് യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷൻ. സോ ആർ ഈസ് ഗ്രേറ്റർ. ആർ മൈനസ് എം ജി ഈക്വൽ ടു എം എ, or R is equal to mg plus ma. Okay, or R is equal to m into g plus a. R is equal to m into g plus a. Here apparent weight is greater than actual weight. Here apparent weight is greater than actual weight. Actual weight എന്ന് പറഞ്ഞ എം ജി അല്ലേ? ഇവിടെ ആർ എത്ര നോക്കിയേ? എം ജി പ്ലസ് എം എ. എം ജിനോട് എന്തോ ഒന്ന് കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? ആറ് കിട്ടിയേ. സ്വാഭാവികമായിട്ടും ആർ ഈസ് ഗ്രേറ്റർ ദാൻ എം ജി. അപ്പാരന്റ് വെയിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആക്ച്വൽ വെയിറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയും കേസുകളിൽ 50 കിലോഗ്രാമിന്റെ സിമന്റ് ചാക്ക് നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്ക് 50 കിലോഗ്രാം വെയിറ്റ് എന്നുള്ള വെയിറ്റ് തന്നെയാണ് ഫീൽ ചെയ്യാം. ഇവിടുത്തെ അവസ്ഥ 50 കിലോഗ്രാം വെയിറ്റിന്റെ സിമന്റ് ചാക്കാണ് നമ്മൾ എടുത്ത് നോക്കണതെങ്കിൽ അത് 50-നേക്കാൾ കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്യും. ഓക്കെ, 50-നേക്കാൾ കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്യും. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി the lift is moving down with uniform acceleration. Lift is moving down with uniform acceleration. അപ്പോൾ നമുക്കറിയാലോ എം ജി മൈനസ് ആർ ഇസ് ഈക്വൽ ടു എം എ, ഓർ ആർ ഇസ് ഈക്വൽ ടു, ഈ ആർ ഇങ്ങോട്ട് കൊണ്ടുപോവുക, എം എ ലെഫ്റ്റിക്ക് കൊണ്ടുപോവുക. യു വിൽ ഗെറ്റ് ദി ആൻസർ എം ജി മൈനസ് എം എ. സോ ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ. ഇതാണ് ആറിൻ്റെ ഇക്വേഷൻ. സോ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ എം ജി പ്ലസ് എം എ നമുക്ക് കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്യും. താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ എം ജി മൈനസ് എം എ നമുക്ക് വെയിറ്റ് കുറച്ചാ ഫീൽ ചെയ്യാം. വെയിറ്റ് കുറവാണ് നമുക്ക് ഫീൽ ചെയ്യാം. ഇനി ഈ പറഞ്ഞ കേസ് നമുക്ക് ആലോചിക്കാൻ എളുപ്പമാണ്. നമ്മളുടെ വീട്, നമ്മളെ തറവാടുകളൊക്കെ എന്തായാലും ഇപ്പോഴും ഉണ്ടാവുമല്ലോ. ഈ തറവാടുകളുടെയൊക്കെ ബാക്കിലായിട്ട് ഈ വിറകൊക്കെ കൊണ്ടുപോയിട്ട് കെട്ടിത്തൂക്കാൻ വേണ്ടി കുറേ കയറുകൾ യു ഷേപ്പിൽ കെട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളതിൽ പതുക്കെ തൂങ്ങിപ്പിടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഓടി ചെന്നിട്ട് ഒരൊറ്റ തൂങ്ങലാണ് തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതെന്ത് ചെയ്യും? പൊട്ടി താഴേക്കാണ് പോരും. അതിൻ്റെ റീസൺ സിമ്പിൾ. അങ്ങനെ നമ്മൾ ഓടിയാണ് കയറുമ്പോൾ വി ആർ ആക്സിലറേറ്റിംഗ് അപ്വേർഡ്സ്. സോ കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്യും. അത് താങ്ങാനുള്ള കപ്പാസിറ്റി ആ സ്ട്രിങ്ങിന് ഉണ്ടാവില്ല. അത് ബ്രേക്ക് ചെയ്ത് പോന്നേക്കാം. അതേപോലെ തന്നെ ഇപ്പം നമുക്കറിയാം പ്ലാസ്റ്റിക് കവറുകളൊക്കെ ബാൻഡാണ്. എങ്കിലും ആ പ്ലാസ്റ്റിക് കവർ ഉള്ള സമയത്ത് നമ്മൾ 10 കിലോഗ്രാം വെയിറ്റ് താങ്ങാൻ 10 കിലോഗ്രാം വെയിറ്റ് താങ്ങാൻ പറ്റണ ഒരു പ്ലാസ്റ്റിക് കവർ സെലക്ട് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പഴം കൊണ്ടുപോയി നിറയ്ക്കുകയാണ്. നമ്മൾ 15 കിലോ പഴം അതിൻ്റെ ഉള്ളിൽ നിറച്ചു വിചാരിക്കാം. നമ്മളേതോ റിലേറ്റീവിന് കൊടുക്കാൻ, വീട്ടിൽ ഇഷ്ടം പോലെ പഴം ഉണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? അത് റിലേറ്റീവിന് കൊടുക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ മത്തങ്ങ എന്ന് പറഞ്ഞ മത്തങ്ങ ഒരു 15 കിലോൻ്റെ ഒരു മത്തങ്ങ നമ്മളെ വീട്ടിലുണ്ടായി. അത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ബാഗിലിട്ടിട്ട് നമ്മളെ റിലേറ്റീവിന് കൊടുക്കുകയാണ്. നമ്മളത് അടുക്കളേൻ്റെ ഭാഗത്ത് നിന്ന് വളരെ സാവധാനം, നമുക്കറിയാം അങ്ങനെ ഓവർ വെയിറ്റുള്ളൊരു സംഭവം നമ്മൾ ഒരു ബാഗിലിട്ടാൽ നമ്മൾ ചെയ്യുക അനങ്ങാത്ത പോലെ ഇങ്ങനെ പതുക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം? വളരെ ശ്രദ്ധിച്ച് ഉമ്മർത്ത് കൊണ്ടുപോയി വെച്ചു. നിങ്ങളെ റിലേറ്റീവിൻ്റെ ഡ്രൈവറാണ് അതെടുത്ത് വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോണത്. അയാൾ ഭയങ്കര സ്റ്റൈലായിട്ട് മസിലൊക്കെ ഒന്ന് ഉഷാറാക്കി ചെന്നിട്ട് ആ പാക്കറ്റ് എടുത്ത് ടക്ക് ഞാൻ ഒറ്റ പൊക്കലാണ് പൊക്കിയാൽ എന്താ സംഭവിക്കുക? പിടി അയാളുടെ കയ്യിലുണ്ടാവും, ബാക്കിയൊക്കെ താഴെ തന്നെ ഉണ്ടാവും. നമ്മൾ ഇതേ ബാഗുമായിട്ടാണ് അടുക്കളയിൽ നിന്ന് ഉമ്മർത്ത് വരെ എത്തിയത്. ഓക്കെ, നമ്മൾ അവിടെ എത്തിച്ച ആ പ്ലാസ്റ്റിക് ബാഗ് അയാൾ ടക്ക് എന്നാണ് ഒറ്റയടിക്കാണ് പൊക്കിയപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? അതിൻ്റെ പിടി മാത്രം അയാളുടെ കയ്യിൽ പോരാണ്, ബാക്കി ബാഗ് പൊട്ടുകയാണ്. അതിൻ്റെ റീസൺ സിമ്പിൾ അല്ലേ? എന്തായിരിക്കും അതിൻ്റെ റീസൺ? വളരെ ഈസി. എന്താ അതിൻ്റെ റീസൺ വരിക? ഹൈ സ്പീഡിൽ മുകളിലേക്കാണ് പൊക്കുമ്പോൾ എന്ത് ചെയ്യാണ്? കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്യാണ്. അങ്ങനെ കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്യുമ്പോൾ അത് പൊട്ടും. ഓക്കെ, ഇനി താഴേക്ക് വരുന്ന കേസ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം
ഈ പറഞ്ഞ ലിഫ്റ്റിന്റെ സ്ട്രിങ് ആണ് ബ്രേക്ക് ചെയ്ത് വിചാരിക്കാം. മൂപ്പര ഒരൊറ്റ പോരലാണ് പോരും താഴേക്ക് എന്ന് പറഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഫോൾ, ഫ്രീ ഫോളിങ്ങിൽ ആക്സിലറേഷൻ ഈക്വൽ ടു ജി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എ കാണുന്നോടത്ത് ജി കൊടുത്താൽ ആർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? 0. ആർ ഇസ് ഈക്വൽ ടു 0 വരും. ആർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദ ഓബ്ജക്ട് ഫീൽ വെയ്റ്റ്ലെസ്നെസ്. പറയാൻ എളുപ്പമാണ്. 64 നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് എന്നെയും അതേപോലെ തന്നെ ഒരു 1500 കിലോ ഉള്ള പെട്ടിയും താഴേക്ക് ഇടുക. സോ എൻ്റെ ഒരു 2 അടി ഉയരത്തിലായിട്ടാണ് ആ പെട്ടി താഴേക്ക് ഇടുന്നത്. കാരണം എൻ്റെ നേരെ തലേൻ്റെ മുകളിൽ വെച്ചാൽ ഞാൻ എങ്ങാനും ഇത് തള്ളി താഴേക്ക് ഇട്ടാൽ അബദ്ധവശാൽ അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു പോകുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 അടി അല്ലെങ്കിൽ 1 അടി ഉയരത്തിലാണ് ആ പെട്ടി താഴേക്ക് ഇടുന്നത്. എന്നെയും ഒരു കറക്റ്റ് ഹൈറ്റിൽ ഞങ്ങൾ 2 ആളും താഴേക്ക് പോരാണ്. ആ രംഗം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഞാൻ താഴേക്ക് പോരുന്നു, എൻ്റെ 1 അടി ഉയരത്തിലായിട്ട് 1500 കിലോൻ്റെ ഒരു ബോക്സ് താഴേക്ക് വരുന്നു എൻ്റെ തൊട്ട് മുകളിൽ. ഞാൻ ചെറിയ വിരൽ വെച്ചിട്ട്, നമ്മളെ ചെറുവിരൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ആ പെട്ടീനെ ഇങ്ങനെ പൊക്കാൻ നോക്കുകയാണ്. ആ പെട്ടി എൻ്റെ വിരലിൽ നിൽക്കില്ലേ? വളരെ ഈസി ആയിട്ട് എൻ്റെ എന്ത് ചെയ്യും? സ്മോൾ ഫിംഗറിൻ്റെ മുകളിൽ ആ ബോക്സ് നിൽക്കും, ഉറപ്പാണല്ലോ. ഓക്കെ, സോ ഈ ഫിംഗറിൻ്റെ മുകളിൽ ആ ബോക്സിന് എനിക്ക് നിർത്താം. എത്ര വെയിറ്റ് അല്ലെങ്കിൽ എത്ര മാസമുള്ള ബോക്സ്? 1500 കിലോ മാസമുള്ള ബോക്സിനെ എൻ്റെ ചെറുവിരലിൽ ഞാൻ അങ്ങനെ നിർത്തുകയാണ്. സംഭവമാണ് അല്ലേ? ഓക്കെ, അതിൻ്റെ കാരണം സിമ്പിൾ. ഞാനും ബോക്സും ഫ്രീ ആയിട്ട് താഴേക്ക് വീഴാണ്. എനിക്ക് ഫീൽ ചെയ്യണ വെയിറ്റ് എത്രയായിരിക്കും? 0. താഴെത്തിയാൽ എന്തെന്ന് ചോദിക്കരുത്, അതിൻ്റെ സ്വഭാവം മാറും, എൻ്റെ ഷേപ്പും മാറും, ഉറപ്പാണ്. ഓക്കെ, സോ താഴെത്തണത് വരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാം. ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഫോൾ എന്താണ്? ദ ഒബ്ജക്ട് ഫീൽ വെയ്റ്റ്ലെസ്നെസ്. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? ഇതിനെ ബേസ് ചെയ്തിട്ട് മുന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. നമുക്കറിയാം, നമ്മൾ ഈ 7up ബോട്ടിലൊക്കെ തുറക്കുമ്പോഴേ, അല്ലെ പെപ്സി, നല്ല തണുത്ത 7up ബോട്ടിൽ നമ്മൾ നല്ല ഷെയ്ക്ക് ചെയ്ത് തുറന്നാൽ അതിൽ കുറേ ബബിൾസ് ഉണ്ടാവും. ഈ ബബിൾസ് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കും. സോ ഒരു ലിഫ്റ്റ് താഴേക്ക് ഇങ്ങനെ പോരുകയാണ്. ആ താഴേക്ക് പോരണ വഴിയിൽ ഇയാൾ തുറന്നു, ഒരു കുട്ടി ഒരു 7upന്റെ ബോട്ടിൽ തുറന്നു. അപ്പോൾ അയാൾ ഇങ്ങനെ കുറേ ബബിൾസ് ഇങ്ങനെ മുകളിലേക്ക് വരുന്നത് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. ആ മൊമെന്റിലാണ് ലിഫ്റ്റിന്റെ സ്ട്രിങ് ആണ് പൊട്ടിയത് എന്ന് വിചാരിക്കാം. ലിഫ്റ്റ് ഫ്രീ ആയിട്ട് താഴേക്ക് വീഴുമല്ലോ. ഈ ബബിളിന് എന്ത് സംഭവിക്കുന്നതാണ്? നോട്ട് ഡൗട്ട് അറ്റ് ഓൾ, ആ ബബിൾ അപ്പം എവിടെയാണോ അവിടെ തന്നെ നിൽക്കും. നോർമലി ബബിൾ മുകളിലേക്ക് പോണത് എന്തുകൊണ്ടാണ്? എയറിൻ്റെ വെയിറ്റ് കുറവും വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ 7upന്റെ വെയിറ്റ് കൂടുതലും. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മുകളിലേക്ക് പൊങ്ങിയത്. ഓക്കെ, ഇനി ഫ്രീ ആയിട്ട് ലിഫ്റ്റ് താഴേക്ക് വീണ ഒരു കേസ് വരുമ്പോൾ രണ്ടും വെയ്റ്റ്ലെസ്നെസ് ആണ്. സ്വാഭാവികമായിട്ടും അവിടെ എയർ ആണോ 7up ആണോ എന്നുള്ള വേർതിരിവൊന്നും ഉണ്ടാവില്ല. രണ്ടിനും വെയിറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ട് അത് എവിടെയാണോ നിൽക്കണത് അതേ സ്ഥലത്ത് തന്നെ നിൽക്കും. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി അടുത്തൊരു കേസ് ആലോചിച്ച് നോക്കിയേ. ഒരു ഷാംപെയിൻ ബോട്ടിൽ നമ്മളൊരു വെയിങ് മെഷീൻ്റെ മുകളിൽ വെച്ച് ഓപ്പൺ ചെയ്യാം. ഒരു ഷാംപെയിൻ ബോട്ടിൽ ഒരു വെയിങ് മെഷീൻ്റെ മുകളിൽ വെച്ച് ഓപ്പൺ ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ ടു ഇറ്റ്സ് റീഡിങ്? ആൻസർ സിമ്പിൾ. ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. ഓക്കെ, കാരണം സിമ്പിൾ. ഷാംപെയിൻ ബോട്ടിൽ തുറക്കുന്ന സമയത്ത് ഷാംപെയിൻ ഒന്നിച്ച് മുകളിലേക്കാണ് പോരും. ഇറ്റ്സ് എ കേസ് ഓഫ് ആക്സിലറേറ്റിംഗ് അപ്വേർഡ്സ്. ആക്സിലറേറ്റിംഗ് അപ്വേർഡ്സ് ആണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യണ വെയിറ്റ് കൂടുതലാണ്. ഓക്കെ, ആക്ച്വൽ വെയിറ്റിനേക്കാൾ കൂടും. അപ്പോൾ മീറ്റർ റീഡിങ്ങും കൂടും. ഇനി മുകളിലേക്ക് എത്തിയ ഷാംപെയിൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് പോകും, ഒന്നിച്ച് പുറത്തേക്ക് ഒഴുകിയാണ് പോകും. അങ്ങനെ ഒഴുകുമ്പോൾ ഈ ബോട്ടിലുള്ളത്തെ മാസ് കുറയും. മാസ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആർ എന്നുള്ളത് കുറയും, അവിടുത്തെ റീഡിങ് കുറയും. സോ ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്, അങ്ങനെയാണ് വരിക. സോ ഈ പറഞ്ഞ ഐഡിയയും ക്ലിയർ ആണല്ലോ. ഇഫ് ദ ലിഫ്റ്റ് ഈസ് ഫോളോയിങ് ഫ്രീലി വി വിൽ ഫീൽ വെയ്റ്റ്ലെസ്നെസ്. ഈ വർഷം ജി എന്നുള്ളത് എഫക്റ്റീവ് വാല്യൂ 0 വരുന്ന 3 കേസുകളുണ്ട്. 1 അറ്റ് ദ സെന്റർ ഓഫ് എർത്ത്, 2 ഇൻസൈഡ് എ ഫ്രീലി ഫോളിംഗ് ലിഫ്റ്റ്, 3 ഇൻസൈഡ് എ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഫ്രീ ഫോള് പോലെയാണ് നീങ്ങുക. അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലും ജി എന്തായിട്ട് മാറണത്? 0 ആയിട്ട് മാറണത്. ഇതെന്തിനാ സാർ ഇപ്പൊ പറഞ്ഞത്? വീണ്ടും പറയും, ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എത്തുമ്പോൾ. ഇപ്പൊ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഐഡിയ ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേ?
ഓക്കെ അല്ലേ? സോ ഈ കേസുകൾ ഇപ്പൊ നമുക്കറിയാം. ഓബ്ജക്ട് റെസ്റ്റിലാണെങ്കിലും മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി ആണെങ്കിലും R equal to mg. Apparent weight equal to actual weight. If the object is moving upwards or the lift is moving upwards with uniform acceleration. If the lift is moving upwards with uniform acceleration, apparent weight is greater than actual weight, m into g plus a. Okay, then if the lift is falling freely, if the lift is falling freely, we will feel weightlessness. If the lift is accelerating downwards, weight will reduce as R equal to mg minus ma or R equal to m into g minus a. ഈ പറഞ്ഞ ഐഡിയ വരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം.